തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് മൊഴിയെടുത്തത്. മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായായിരുന്നു. പൂരം അലങ്കോലമായത് അറിയിച്ചത് BJP പ്രവർത്തകരെന്നാണ് സുരേഷ് ഗോപിയുടെ മൊഴിയിൽ പറയുന്നത്. VS അനു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനു, ഇതിൽ തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായി തന്നെ മൊഴിയെടുക്കൽ നടന്നു. അത് പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് സുരേഷ് ഗോപിയിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുള്ളത് അന്വേഷണ സംഘം? സംഗീത, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രഖ്യാപിച്ചത്. ഇതിൽ 2 അന്വേഷണങ്ങൾ പൂർത്തിയായി. ഒന്ന്, ADGP MR അജിത്കുമാറിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിച്ച ഷെയ്ഖ് ദർവേ സാഹിബിൻ്റെ റിപ്പോർട്ട്. മറ്റൊന്ന്, ഈ മറ്റേതെങ്കിലും വകുപ്പുകൾക്ക് ഇത്തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച ഇന്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. വളരെ രഹസ്യമായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മൊഴിയെടുത്തത്. ഈ പറയുന്ന അദ്ദേഹം, നമുക്കറിയാം, തൃശ്ശൂർ അന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ അദ്ദേഹം ആംബുലൻസിലൊക്കെ എത്തിയതും പിന്നീട് അദ്ദേഹം അത് തള്ളിപ്പറഞ്ഞതും പിന്നീട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഒക്കെ കണ്ടതാണ്. അങ്ങനെയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് കേന്ദ്ര സഹമന്ത്രിയോട് അന്വേഷണ സംഘം ചോദിച്ചത്. തന്നെ അവിടെ ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നുണ്ട് എന്ന് തന്നെ അറിയിച്ചത് BJP പ്രവർത്തകരാണ് എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയുന്നത്. സംഗീത. ശരി അനു.